ഇസ്ലാം പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഉടമ അള്ളാഹുവാണ്. മനുഷ്യന്റെ മാത്രമല്ല, സകലതിന്റെയും ഉടമ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാറ്റിന്റെയും രക്ഷിതാവ്, എല്ലാറ്റിന്റെയും റബ്ബ് അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ, ഈ ഉലകങ്ങളുടെ എല്ലാം രക്ഷിതാവ്, എല്ലാറ്റിന്റെയും ഉടമ അള്ളാഹുവാണ് എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. ആ എല്ലാം അറിയുന്ന അലീമായ അള്ളാഹുവാണ് അവന് ഏതാണ് നല്ലതെന്നും ഏതാണ് ദോഷമെന്നും പൂർണ്ണമായി അറിയുന്നത്. അള്ളാഹുവിനാണ് പൂർണ്ണമായിട്ടും എന്താണ് മനുഷ്യന് നല്ലത്, എന്താണ് മനുഷ്യന് ദോഷമെന്ന് പൂർണ്ണമായി അറിയുന്നത് അള്ളാഹുവിനാണ്. അതിനാൽ ആ പടച്ചവൻ എന്ത് കൽപ്പിച്ചോ അതാണ് നന്മ, ആ പടച്ചവൻ എന്ത് വിരോധിച്ചുവോ അതാണ് തിന്മ. അള്ളാഹു ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തിന്മ. അള്ളാഹു ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നന്മ. കാരണം പരിധികളും പരിമിതികളുമുള്ള ചിന്തകളുള്ള നമ്മളെക്കാൾ എല്ലാം അറിയുന്ന റബ്ബിനാണ് അത് കൂടുതലായി അറിയുന്നത്.